ഹായ്, ആദ്യം തന്നെ പറയട്ടെ കൂട്ടുകാരെ, ഞാൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ വെറും സിമ്പിൾ ആയിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോകളാണ്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വന്ന അതേ കണക്ക് ഒരു വീഡിയോ ആണ്. നമ്മൾ മുട്ടയും തക്കാളിയും വെച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. അതിപ്പോൾ എങ്ങനെ ചെയ്യുന്നത് കണ്ടാലോ. അതിന് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോലെ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇപ്പോൾ നമ്മളിവിടെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് ഒന്ന് പേസ്റ്റ് ആക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ ജാർ എടുത്തിട്ടുണ്ട്, അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 6-7 ചെറിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 2 എരിവിന് വേണ്ടി 2 പച്ചമുളക്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി. ഇതിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വെള്ളം ഒഴിക്കാതെ ഒന്ന് പേസ്റ്റ് ആക്കിയാൽ നമുക്ക് മുട്ട എടുക്കാം. ഞാനിവിടെ ഒരു 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണോ അതനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ചുറ്റി എല്ലായിടത്തും ആക്കണം. നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇതേ കണക്കാക്കി ഈ സൈഡ് അതേ ഉടയ്ക്കാം. തീ കുറച്ച് വെച്ചിട്ട് ഇത് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാവും. ഇനി നമുക്ക് കൂടുതൽ മൊരിക്കാതെ തന്നെ നമുക്ക് ഇതങ്ങ് എടുത്ത് ഒന്ന് മാറ്റാം. വേറെ പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി വെക്കാം. വീണ്ടും ആ പാൻ തന്നെ നമ്മൾ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും. നമുക്ക് നേരത്തെ അടിച്ചു വെച്ചിരുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൊടുത്തു. ഇനി നമുക്ക് അതിനകത്തൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു പിഞ്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു പിഞ്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പും കൂടെ, നമ്മൾ ഉപ്പ് നേരത്തെ നോക്കിയിട്ടാണ്. ഇത് നമുക്ക് എണ്ണ തെളിഞ്ഞ് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമുക്ക് വെള്ളമൊക്കെ പറ്റി ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ ചിക്കി വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കണം. അപ്പം ആ കൂട്ടല്ല, ഇത്രയേ ഉള്ളൂ. നമ്മളെ സംഭവം റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് ഇടലല്ലേ.